ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് നല്ല മഴയാട്ടോ, പുറത്ത് നല്ല മഴ നടക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഹോം ടൂർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരും എൻ്റെ കൂടെ എല്ലാവരും, ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കൂടെ വരും. കമോൺ. ഇവിടെയാണ് ഞാൻ കണ്ടോ, പൂജാ റൂമാണ് എൻ്റെ. ഇതൊരു അലമാര പൂജാ സാധനങ്ങളൊക്കെ വയ്ക്കുന്നതാണ്. ഇതാണ് പൂജാ റൂം. ഞങ്ങളുടെ ഫ്ലാറ്റാണ്, ബോംബെയിലായതുകൊണ്ട് ഫ്ലാറ്റാണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് വീടൊന്നും ഉണ്ടാവില്ല, അത്രയും പൈസയൊക്കെ വേണം ഇൻഡിപെൻഡന്റ് വീടൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ. ഇത് ഫ്രണ്ട് റൂമാണ് കേട്ടോ, ഇത് ഫ്രണ്ട് റൂമാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പുറത്ത് നല്ല മഴയാണ്. ഇതാണ് ഫ്രണ്ട് റൂം കേട്ടോ. പുറത്തോട്ട്, ഞങ്ങളുടെ പുറത്തോട്ടുള്ള വ്യൂ ആണ് അത് കേട്ടോ. കുറച്ച് ഗാർഡനുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഹാങ്ങിങ് പോട്ടുകളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ കലാവിരുദ്ധാണ് ഗൈസ്. അടുത്തതായിട്ട് ഇത് ഫ്രണ്ട് റൂം കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അത് 2 പോർഷനാണ് കേട്ടോ. ഇപ്പുറത്തുള്ള പോർഷനുണ്ട്, ഇവിടെ ഉണ്ട്, കുറെ ചെടികളൊക്കെ ഉണ്ട്. ഡൈനിങ് ടേബിൾ അങ്ങനെ ചെറിയ ഇതിന് ഇവിടെ പറയുന്ന റോ ഹൗസ് എന്നാ പറയാ, ഫ്ലാറ്റ് എന്ന് പറയില്ല. ഇവിടെ ബോംബെയിൽ ഇതിന് റോ ഹൗസ് എന്നാ പറയാ കേട്ടോ. അപ്പൊ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ചെറിയ ചെറിയ റൂമുകളിലാണ് ഇവിടെ ആൾക്കാരൊക്കെ. ഇത് കിച്ചണാണ് കേട്ടോ, കിച്ചണാണ്. കിച്ചൺ. ഇനി അടുത്ത് നമുക്ക് ബെഡ്റൂമിലേക്ക് കടക്കാം. ഇതാണ് ബെഡ്റൂം. ഇവിടെ കുറെ കണ്ണാടികളെ വാതിലുമൊക്കെ കണ്ണാടികൾ ഉണ്ടാവും കേട്ടോ, മിറർ ഉണ്ടാവും കൂടുതൽ. ഇവിടെയുണ്ട് TV ഉണ്ട്. ഇത്രയും ഇതന്നെ ഉള്ളൂ. ഇവിടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്ത, അല്ലെങ്കിൽ ഫുൾ ടൈം ഉണ്ടാവും ആള്. അടുത്ത റൂമിലേക്ക്, ഇതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇത് അടുത്ത റൂമിലേക്ക് കൊടുക്കാം. ഇതാണ് തിരുപ്പതിയിൽ നിന്ന് ഞങ്ങൾ ചെയ്യിപ്പിച്ചെടുത്ത, തിരുപ്പതിയിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരുപ്പിച്ച തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോ ആണ് കേട്ടോ. ഹസ്ബൻഡ് തിരുപ്പതി ഭഗവാന്റെ ഭയങ്കര ഒരു വിശ്വസ്തനാണ്. ഇടയ്ക്ക് എല്ലാ വർഷവും തിരുപ്പതിക്കൊക്കെ പോകും. ഇത് അടുത്ത ബെഡ്റൂം കേട്ടോ. അടുത്ത ബെഡ്റൂമാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇത്. ഇനി അടുത്ത് ടെറസ് ഉണ്ട്, ടെറസിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ഇനി ടെറസിലേക്ക് പോയി നോക്കി നോക്കാം, ടെറസ് കണ്ടിട്ട് വരാം. ഓക്കെ, കമോൺ. അപ്പൊ നമ്മൾ ടെറസിലേക്ക് എത്തിയിട്ടുണ്ട്. ടെറസിൽ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാംസും അങ്ങനെ കുറച്ച് ഗാർഡനുകളൊക്കെ വെച്ചിട്ടുണ്ട്. മുന്നേ കുറെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുകളിൽ ഇപ്പൊ ഷീറ്റ് ഇട്ട് കണ്ടോ, ആ ഷീറ്റ് കവർ ചെയ്ത കാരണം ഇപ്പൊ ചെടികളൊന്നും സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് ചെടികളൊന്നും വളരെയില്ല, സൺലൈറ്റ് കിട്ടും. എന്നാലും ഇത് ഞാൻ പപ്പായ നട്ടിട്ടുണ്ട്, മുളക് ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ നമുക്ക്. ചെറിയ ഓരോന്നൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷം. ചീര ഉണ്ട്, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വളം വെച്ചിട്ടുണ്ട്. പിടിക്കുമെന്നൊന്നും അറിയില്ല. പയറൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടോ, പയറൊക്കെ. പക്ഷെ അത് വളരുന്നില്ല, അത് സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട്. സൺലൈറ്റ് തീരെ ഈ വശത്തേക്ക് വരില്ല. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ അങ്ങനത്തെ ചെടികളൊന്നും വെക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അതാണ് വീഡിയോ. അപ്പോൾ ഇത്രയുള്ള ഇനി ഇതേപോലെ ഒരു ഫ്ലോർ താഴെയുണ്ട്, പക്ഷെ അത് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ.